ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു ഗാർഡൻ ഷെഡ് മേടിക്കുന്നതിനെ പറ്റി കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് പോയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇന്ന് അതിൻ്റെ ഡെലിവറി ചെയ്ത ദിവസമായിരുന്നു. ഇവർ തന്നെ നമ്മൾക്ക് എല്ലാം ഫിക്സ് ചെയ്ത് റെഡിയാക്കി തരും. ഗാർഡൻ ഷെഡെന്ന് ഇതിനെ പറയുമെങ്കിലും ഞങ്ങളിതിനെ കോഴിക്കോടെന്നാണ് വിളിക്കുന്നത്. പഴയ നമ്മളുടെ കോഴിക്കോട് കുറച്ച് ചെറുതാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തിട്ട് ഇത് വാങ്ങിയത്. വിൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോഴികളെ ഒന്നും അധികം പഴയ പോലെ പുറത്തോട്ട് ഇറക്കി വിടാറില്ല. പിന്നെ അവരുടെ തീറ്റപാത്രവും വെള്ളവും അവർക്ക് ഇരിക്കാനുള്ള സ്റ്റാൻഡും എല്ലാം ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് പഴയ കോഴിക്കോട് വളരെ ചെറുതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇതിലേക്ക് മാറിയത്. സമ്മറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ചെടുക്കണമെങ്കിലും പിന്നെ നമ്മളുടെ കോഴികളുടെ എണ്ണമൊക്കെ നമുക്ക് കൂട്ടിയെടുക്കണമെങ്കിലും ഈ വലിയ കൂട് തന്നെ ആയിരിക്കും എപ്പോഴും സൗകര്യപ്രദമായിട്ട് തോന്നുന്നത്. അപ്പം പുറത്തെ കോഴിക്കുണ്ട് പണികളും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷായി ഇനിയും കാപ്പിക്കുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് സാധനം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ മസ്ക ബണ്ണ്. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പം തന്നെ കണ്ടൻസ് മിൽക്കും ബട്ടറും ബണ്ണും എല്ലാം മേടിച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ഉള്ളപ്പോഴല്ലേ ഇങ്ങനെ സ്പെഷ്യലായിട്ടൊരു സാധനമൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നത്തുള്ളൂ. ഇതിൻ്റെ ഒപ്പം കൂട്ടുകാരനായിട്ടുള്ള ഇറാനി ചായ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ബൺ മസ്ക സെറ്റാക്കി വന്നപ്പോഴത്തേക്കിനും തീയൊക്കെ റെഡിയാക്കി എല്ലാവരും കാപ്പി കുടിക്കാൻ തുടങ്ങി. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മസ്ക ബണ്ണിന് ഇപ്പം നമ്മളായിട്ട് എന്തോ അഭിപ്രായം പറയാനല്ലേ. പുള്ളി ഫുൾ ടൈം എയറിലാണല്ലോ. എന്നാണേലും എല്ലാവരും പറഞ്ഞതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വല്ലപ്പോഴൊക്കെ പിള്ളേർക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനും നല്ല സാധനമാണ്.